ഷബാബ് വെബ്സൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡോക്ടർ ഫർഹാൻ നൌഷാദ് എഴുതുന്നു. പ്രായം കൂടുന്തോറും മാധുര്യമേറുന്ന പ്രണയം. കാലം ചെല്ലുന്തോറും മാധുര്യമേറുന്ന ആഴം കൂടുന്ന അത്ഭുതമാണ് ദാമ്പത്യമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ ഒരു ഫാമിലി കൗൺസിലറുടെ ക്ലിനിക്കിലെ അനുഭവങ്ങൾ പലപ്പോഴും ഇതിന് നേർവിപരീതമാണ്. പരാതികളുടെയും പിണക്കങ്ങളുടെയും കെട്ടഴിക്കുന്നവർക്കിടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മനസ്സ് നിറച്ച ഒരനുഭവം പങ്കുവയ്ക്കാം. 75 വയസ്സായ വല്യുപ്പയെയും 70 വയസ്സായ വല്യുമ്മയെയും കൂട്ടി പേരക്കുട്ടികൾ കൗൺസിലിംഗിന് വന്നപ്പോൾ സത്യത്തിൽ ഞാനൊന്നമ്പരന്നു. ജീവിതത്തിന്റെ ഏറിയ പങ്കും പിന്നിട്ട അനുഭവങ്ങളുടെ പുസ്തകമായ ഇവർക്ക് ഇനി എന്ത് കൗൺസിലിംഗ്? എന്നാൽ അവരുടെ പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് കൗതുകമാണ് തോന്നിയത്. വല്യുപ്പാക്ക് ഉറങ്ങുമ്പോൾ ഫാൻ നിർബന്ധം. വല്യുമ്മയ്ക്കാണേൽ ഫാൻ പാടുന്നതാനും. അവർക്ക് ശ്വാസം മുട്ടും. പുതിയ കാലത്ത് ജീവിക്കുന്ന മക്കളായതുകൊണ്ടാവാം കൂടെ വന്ന പേരക്കുട്ടികൾ നിഷ്പ്രയാസം പരിഹാരം നിർദ്ദേശിച്ചു. ഉമ്മയും ഉപ്പയും 2 വ്യത്യസ്ത മുറികളിൽ കിടക്കട്ടെ, പ്രശ്നം തീർന്നല്ലോ. പക്ഷേ അവർ രണ്ടുപേരും കുട്ടികളെപ്പോലെ വാശിപിടിച്ചു. ഒരേ മുറിയിലേ കിടക്കൂ എന്നവർ പ്രഖ്യാപിച്ചു. ഉടനെ മൂത്ത പേരക്കുട്ടി അടുത്ത പരിഹാരമാർഗവുമായി മുന്നോട്ടു വന്നു. ശരി, എന്നാൽ രണ്ടുപേരും ഒരേ റൂമിൽ തന്നെ 2 കട്ടിലുകളിൽ കിടക്കട്ടെ, ഒരാളുടെ ദിശയിലേക്ക് മാത്രം ഫാൻ തിരിച്ചുവെക്കാലോ. പക്ഷെ അവിടെയും അവർക്ക് സമ്മതമായിരുന്നില്ല. ഒരേ മുറിയിൽ ഒരേ കട്ടിലിലേ കിടക്കൂ എന്നവർ തീർത്തു പറഞ്ഞു. ഒടുവിൽ ഇളയ പേരക്കുട്ടി തന്റെ ബുദ്ധി പുറത്തെടുത്തു. എന്നാൽ അവർ ഒരേ റൂമിൽ ഒരേ കട്ടിലിൽ തന്നെ കിടക്കട്ടെ, പക്ഷെ രണ്ടാളും കട്ടിലിന്റെ രണ്ടറ്റത്തായി കിടക്കട്ടെ. അപ്പോഴാണ് ആ ഉത്തരം വന്നത്. സാഹചര്യത്തിന്റെ സങ്കീർണത കൂട്ടിക്കൊണ്ട് വെടിയുണ്ട പോലെയായിരുന്നു അവരുടെ മറുപടി. പറ്റില്ല, ഞങ്ങൾക്ക് ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ അടുത്തടുത്ത് പരസ്പരം ചേർന്ന് തന്നെ കിടന്നുറങ്ങണം. ഞങ്ങളെ ആരും പിരിക്കാൻ നോക്കണ്ട. ഈ പ്രശ്നത്തിന് ഈ ദുനിയാവിൽ ഇനി എന്തു പരിഹാരമാണുള്ളതെന്നോർത്ത് പേരക്കുട്ടികൾ കുഴങ്ങി. പക്ഷേ എന്റെ മനസ്സ് നിറയുകയായിരുന്നു. ഏറെ ആനന്ദം നിറഞ്ഞ ദിവസമായിരുന്നു അന്ന്. ശത്രുതാ മനോഭാവം രക്തത്തിൽ അലിഞ്ഞുപോയ, നിരന്തരം കലഹങ്ങളിൽ ഏർപ്പെടുന്ന ദമ്പതിമാരെ കണ്ടും അവരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചും പോകുന്നതിനിടയിൽ ഈ പ്രായത്തിലും ഇത്രയേറെ സ്നേഹനിർഭരരായി കഴിയുന്ന ഇവരെ കണ്ടപ്പോഴുണ്ടായ സന്തോഷം അനിർവചനീയമായിരുന്നു. ഒന്നോർത്തുനോക്കൂ, ഇണകളാണ്. ഇണക്കത്തോടൊപ്പം പിണക്കവും ഉണ്ടായേക്കാം. തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അത് ഒത്തുതീർപ്പാക്കി സ്നേഹം കൊണ്ട് മായ്ച്ചു കളയുന്നതിനു പകരം ജീവിതപാതയുടെ ഒരു ബിന്ദുവിലെത്തുമ്പോൾ കൊച്ചു പിണക്കങ്ങൾ ദേഷ്യവും പകയും കുശുമ്പും കലർത്തി ഊതി വീർപ്പിച്ച് 2 മുറിയിൽ കിടന്നുറങ്ങുന്ന എത്ര ഇണകളുണ്ട് നമുക്കിടയിൽ. ഒന്നോർത്താൽ അവർ അവരുടെ മക്കൾക്ക് നൽകുന്ന മാതൃകയെന്താണ്? മധുവിധുവിനോടൊപ്പം അവസാനിക്കേണ്ടതല്ല ഇണകൾക്കിടയിലെ പ്രണയം. ആ പ്രണയം ഒരിക്കലും മാംസനിബദ്ധവുമല്ല എന്നോർക്കുക. പ്രായം കൂടുന്തോറും ദാമ്പത്യജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രായം കൂടുന്നതോടൊപ്പം വ്യക്തികൾ പക്വത പ്രാപിക്കുന്നു. ഇത് ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. കാലം കടന്നുപോകുമ്പോൾ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢവും ഗാഢവുമാകുന്നു. പരസ്പരം നന്നായി മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പരസ്പരം നേരിട്ട പ്രതിസന്ധികളും സന്തോഷങ്ങളും അവർക്കിടയിലെ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കുന്നു. അവർക്കിടയിൽ നിറയുന്ന പ്രണയം കാലക്രമേണ വികസിക്കുകയും ആഴമുള്ള സ്നേഹമായി മാറുകയും ചെയ്യുന്നു. ഇത് യൗവനത്തിന്റെ ആവേശത്തേക്കാൾ ശാന്തവും സുസ്ഥിരവുമായ ഒന്നാണ്. പരസ്പരം ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് ആ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. പ്രായം കൂടുന്നതോടുകൂടി ചിലർക്കിടയിലെ പ്രണയം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാവാം? ദീർഘകാലത്തെ സഹവാസത്തിലൂടെ അവർ പരസ്പരം പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. ഇത് പുതിയ തലത്തിലുള്ള ഒരുതരം ആകർഷണ വലയം സൃഷ്ടിക്കുന്നു. ആ ആകർഷണ വലയത്തിൽ ഇരുവരും പലപ്പോഴും അഭയം പ്രാപിക്കാറുമുണ്ട്. ഒരുമിച്ച് നേരിട്ട പ്രതിസന്ധികളും സന്തോഷങ്ങളും ദമ്പതിമാരെ മാനസികമായി കൂടുതൽ അടുപ്പിക്കുന്നു. പ്രായം ചെല്ലുന്നതോടൊപ്പം പരസ്പരം പരിപാലിക്കേണ്ട രീതികളും മര്യാദകളും മനസ്സിലാകുന്നു. ഇത് സ്നേഹത്തെ കൂടുതൽ ദൃഢമാക്കുന്നു. ദീർഘകാലത്തെ ആ ബന്ധം സുരക്ഷിതത്വബോധം നൽകുന്നു. ഇത് അവർക്കിടയിലെ പ്രണയത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. കാലപ്പഴക്കത്തിനൊപ്പം ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നു. ഇത് അവർക്കിടയിൽ പുതിയ തലത്തിലുള്ള ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് വഴിവെക്കുന്നു. ദാമ്പത്യജീവിതത്തിൽ പ്രായം കൂടുന്നത് പ്രണയത്തിന്റെ അവസാനമല്ല, മറിച്ച് പ്രണയത്തിന്റെ പുതിയ മാനങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിക്കലാണ് അവിടെ സംഭവിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കൽ, വിശ്വാസം, ആദരവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വളർന്നുവരുന്ന പ്രണയം കാലത്തിനൊപ്പം വളരുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ പരസ്പരം ഊന്നുവടികളാകുന്ന വാർദ്ധക്യത്തിൽ അവരിലെ പ്രണയം പരസ്പരം ശാന്തിയും സമാധാനവും പകരലായി മാറുന്നു. ദാമ്പത്യം അത്രമേൽ സുന്ദരമായൊരു പൂവാണ്. ആ പൂമൊട്ടിൽ നിന്ന് പൂവിലേക്കുള്ള ദൂരം ഏറെയാണ്. ഒപ്പം ആ സഞ്ചാരം വേദനകളും സന്തോഷങ്ങളും ഒരുപോലെ നിറഞ്ഞതുമാണ് എന്നീ തിരിച്ചറിവുകളാണ് ആ ഊഷ്മള സ്നേഹബന്ധത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്.